നമസ്കാരം, സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ചെട്ടിക്കാട് സഹകരണ ബാങ്കിന്റെ അംഗങ്ങളിൽ ഗുരുതര രോഗം ബാധിച്ചവർക്ക് സഹകരണ അംഗസമാശ്വാസ ഫണ്ട് വിതരണം ചെയ്തു. 40 പേർക്കായി 7.7 ലക്ഷം രൂപയാണ് നൽകിയത്. വിതരണം KN ഉണ്ണികൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് NS ഹരിദാസ് അധ്യക്ഷനായി. മുൻകാല ഭരണസമിതി അംഗങ്ങൾ, വിരമിച്ച ജീവനക്കാർ എന്നിവരെ S ശർമ്മ ആദരിച്ചു. ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച കലാസാഹിത്യ മത്സരവിജയികൾക്കുള്ള സമ്മാനങ്ങൾ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ S സുമേഷ് നൽകി. മികച്ച നവാഗത നിയമസഭാ സാമാജികനുള്ള ഡോക്ടർ APJ അബ്ദുൽ കലാം പുരസ്കാരം നേടിയ KN ഉണ്ണികൃഷ്ണൻ MLA ആദരിച്ചു. രജിത ശങ്കർ, CS ജിനി എന്നിവർ സംസാരിച്ചു. ATM ഉപയോഗത്തിനുള്ള ഇന്റർചേഞ്ച് ഫീസ് 2 രൂപ വർദ്ധിപ്പിക്കാൻ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷനും റിസർവ് ബാങ്കും അനുമതി നൽകി. സൗജന്യ പരിധിക്കപ്പുറമുള്ള ATM ഇടപാടുകൾക്കാണ് നിരക്ക് ബാധകം. നിലവിൽ ഓരോ മാസവും സ്വന്തം ബാങ്കിന്റെ ATMകളിൽ 5 സൗജന്യ ഇടപാടുകൾ നടത്താം. മറ്റ് ബാങ്കുകളുടെ ATMൽ മെട്രോ നഗരങ്ങളിൽ 3ഉം മെട്രോ ഇതര പ്രദേശങ്ങളിൽ 5ഉം സൗജന്യ ഇടപാടുകൾ അനുവദിച്ചിട്ടുണ്ട്. അധികം വരുന്ന പണം പിൻവലിക്കൽ ഉൾപ്പെടെയുള്ള ഓരോ ധന ഇടപാടുകൾക്കുമുള്ള നിരക്ക് 17 നിന്നും 19 രൂപയായാണ് ഉയർത്തുന്നത്. ബാലൻസ് പരിശോധന, മിനി സ്റ്റേറ്റ്മെന്റ് എടുക്കൽ തുടങ്ങിയ ഇടപാടുകളുടെ ഫീസ് 6 നിന്നും 7 രൂപയാകും. ATMകളുടെ സാങ്കേതിക തകരാർ മൂലവും ATMൽ പണമില്ലാത്തതിനാലും പൂർത്തിയാകാതെ പോകുന്നവ സാധുവായ ഇടപാടുകളായി കണക്കാക്കില്ല. തെറ്റായ പിൻ നമ്പർ മൂലം പരാജയപ്പെടുന്ന ഇടപാടുകൾക്കും ചാർജ് ഈടാക്കരുതെന്ന് റിസർവ് ബാങ്ക് നിർദ്ദേശമുണ്ട്. കയ്പമംഗലം സഹകരണ ബാങ്കിൽ അംഗത്വ സമാശ്വാസ ഫണ്ട് വിതരണം നടത്തി. അംഗങ്ങളുടെ വീടുകളിലെത്തിയാണ് ഫണ്ട് വിതരണം ചെയ്തത്. ബാങ്ക് പ്രസിഡന്റ് നൂറുൽ ഹുദ, വൈസ് പ്രസിഡന്റ് VR ഷൈൻ, ബോർഡ് അംഗങ്ങളായ PL പോൾസൺ, KM വിജയൻ, മധുലാൽ, ബാബുരാജ, ടിൻഡു, ബാങ്ക് സെക്രട്ടറി സ്മിജ, ചീഫ് അക്കൗണ്ടന്റ് ശ്രീലേഖ എന്നിവർ പങ്കെടുത്തു. കോൺഗ്രസ് ഭരിക്കുന്ന തൃശൂർ അർബൻ സഹകരണ ബാങ്കിലെ സ്വർണ്ണലേല തട്ടിപ്പ് കേസിൽ വിജിലൻസ് വേഗത്തിൽ നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി. ഇതോടെ ബാങ്ക് ചെയർമാൻ പോൾസൺ, ആൽബർട്ട് ഉൾപ്പെടെ ഭരണസമിതി അംഗങ്ങളും ചില ജീവനക്കാരും പ്രതിക്കൂട്ടിലാവും. ബാങ്കിനെതിരെ പ്രോസിക്യൂഷൻ നടപടിക്ക് വിജിലൻസിന് ഹൈക്കോടതി അനുമതി നൽകി. സമയബന്ധിതമായി സംസ്ഥാന സഹകരണ രജിസ്ട്രാർ അനുമതി നൽകണം. അഴിമതിക്കെതിരെ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. അയ്യന്തോൾ കാഞ്ഞാണി റോഡിൽ പുഴക്കടവിൽ ചന്ദ്രിക ബാലൻ നൽകിയ ഹർജിയിലാണ് വിധി. ചന്ദ്രിക അർബൻ ബാങ്ക് ചുങ്കം ശാഖയിൽ 1.5 കോടിയുടെ 3239 ഗ്രാം സ്വർണം പണയം വെച്ച് വായ്പ എടുത്തിരുന്നു. ഈ സ്വർണം വ്യാജരേഖകൾ ചമച്ച് ലേലം ചെയ്തതാണെന്നാണ് പരാതി. ലേലത്തിന് മുൻപ് സ്വർണം തിരിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഭീമമായ തുക പലിശ ഇനത്തിൽ ആവശ്യപ്പെട്ടു. ലേലം അറിഞ്ഞപ്പോൾ നടപടികളെ എതിർത്തും ആഭരണങ്ങൾ പണം നൽകി തിരിച്ചെടുക്കാൻ തയ്യാറാണെന്ന് കാണിച്ചും ചന്ദ്രിക ബാങ്കിന് കത്ത് നൽകി. ലേല നടപടികളിൽ പങ്കുകൊള്ളാൻ തയ്യാറാണെന്നും അറിയിച്ചു. എന്നാൽ ചന്ദ്രികയെ പങ്കെടുപ്പിക്കാതെ ലേലം നടത്തി. വ്യാജരേഖകളുണ്ടാക്കി ചെയർമാന്റെ വേണ്ടപ്പെട്ടവർക്ക് കുറഞ്ഞ വിലയ്ക്ക് സ്വർണം ലേലം ചെയ്യാൻ അവസരമൊരുക്കിയെന്നാണ് പരാതി. ലേലം കഴിഞ്ഞിട്ടും 20.33 ലക്ഷം കുടിശ്ശിക അടയ്ക്കണമെന്ന് ബാങ്ക് കത്തയച്ചു. തുടർന്ന് തൃശൂർ ഈസ്റ്റ് പോലീസിലും വിജിലൻസ് കോടതിയിലും പരാതി നൽകി. ക്വിക്ക് വെരിഫിക്കേഷനും പ്രാഥമിക അന്വേഷണവും നടത്തി. വിജിലൻസ് കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്തു. വിശദ അന്വേഷണത്തിൽ അഴിമതി കണ്ടെത്തി. പ്രോസിക്യൂഷൻ നടപടികളെ ബാങ്ക് എതിർത്തു. അന്വേഷണം വൈകിയതിനെ തുടർന്നാണ് ചന്ദ്രിക ഹൈക്കോടതിയെ സമീപിച്ചത്. ഇടപ്പള്ളി വടക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ 1431 ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക്. നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശയും സർക്കാർ ഗ്യാരണ്ടിയും. എല്ലാ മാസവും പുതിയ MBS ആരംഭിക്കുന്നു. RTGS, NEFT സൗകര്യങ്ങൾ. ബാങ്കിന്റെ അനുബന്ധ സ്ഥാപനങ്ങൾ: സഹകരണ മെഡിക്കൽ ലാബ്, സഹകരണ സൂപ്പർ മാർക്കറ്റ്, കാർഷിക വിജ്ഞാന കേന്ദ്രം, സഹകരണ വയോമിത്രം, സഹകരണ ലൈബ്രറി, ജനസേവാ കേന്ദ്രം, സഹകരണ ടെക്സ്റ്റൈൽ, ജൈവവള ഡിപ്പോ. ഹെഡ് ഓഫീസിലും വട്ടേക്കുന്നം ശാഖയോടനുബന്ധിച്ചും കമ്മ്യൂണിറ്റി ഹാളുകൾ. ഹെഡ് ഓഫീസ് എയിംസ് പോണേക്കര PO, കൊച്ചി 68 20 41, ഫോൺ 2800 635. ബ്രാഞ്ച് വട്ടേക്കുന്നം, ഇടപ്പള്ളി നോർത്ത് PO, കൊച്ചി 68 20 24, ഫോൺ 2540 625. ബ്രാഞ്ച് പോണേക്കര എയിംസ് പോണേക്കര PO, കൊച്ചി 68 20 41, ഫോൺ 2800 634. പ്രസിഡന്റ് AV ശ്രീകുമാർ, സെക്രട്ടറി ബിന്ദു VP. ഇത് നിക്ഷേപ സമാഹരണ കാലയളവ്. നമുക്ക് നാടിനൊപ്പം വളരാം. നിങ്ങളുടെ നിക്ഷേപങ്ങൾ ഇടപ്പള്ളി വടക്കും ഭാഗം സഹകരണ ബാങ്കിലാകട്ടെ, അതും സർക്കാർ ഗ്യാരണ്ടിയോടെ.
ഇടപ്പള്ളി വടക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്ക്, ക്ലിപ്തം നമ്പർ 1431.